മൂന്ന് പേർക്ക് 75 രൂപയാണെന്ന് ടിക്കറ്റ്. ബത്തേരി ടു പപ്പശ്ശേരി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ചെമ്പറ പീക്കിന് സമാനമായിട്ടുള്ള ഒരു തടാകം പാപ്പളശ്ശേരിയിലുണ്ട്. നമ്മൾ അത് കാണാനാണ് വന്നിരിക്കുന്നത്. Come on. അപ്പോൾ ഗൈസ്, ഇവിടെ താമസിക്കുന്ന ആൾക്കാർ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടുന്ന് കാടിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, ഇത് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. നിൽക്കാണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക വെള്ളം. ഒരു കുഴിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ടോ, നമുക്ക് എന്തായാലും ഇനി ആ കുളത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം. എങ്ങനെയുണ്ട് വെള്ളം? തണുപ്പാണോ? അടിപൊളി വെള്ളം, ഒരു രക്ഷയില്ല. അപ്പൊ കേസ് നമ്മളത് ഇതിലാണ് പോണത്. ബത്തേരിന്ന് വരുന്നവരാണെങ്കിൽ ഡയറക്റ്റ് പാപ്പളശ്ശേരിയിലേക്ക് ബസ് ഉണ്ട്. ഈ പുൽപ്പള്ളിന്ന് വരുന്നവരാണെങ്കിൽ ഈരളത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് മീനങ്ങാടിയിലേക്കുള്ള ബസ് ഉണ്ട്. ആ ബസ് കയറിയിട്ട് ചുങ്കം പാപ്പളശ്ശേരിയിൽ ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരാം. ബത്തേരിയിൽ നിന്നാണെങ്കിൽ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 25 രൂപയും, ഈരളത്ത് നിന്ന് ആണെങ്കിൽ 12 രൂപയായി അത്രയാണ് തോന്നുന്നു ചാർജ്. ഇവിടുത്തെ സ്ഥലമൊക്കെ അവർ ഗവൺമെന്റ് അളന്നു കൊടുത്തു തോന്നുന്നു ആദിവാസികൾക്കൊക്കെ. നമുക്കിനി കുറച്ചേ ഉള്ളൂ ഇവിടെ. ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ. വരുമ്പം പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ വെയിലുണ്ട്, കുറച്ച് വെയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോവും, പിന്നെയും വരും. നമ്മളെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ ഗൈസ്, നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണം. വരുവാണെങ്കിൽ സൂക്ഷിക്കണം. ഫോറസ്റ്റ് ആയതുകൊണ്ട് ആനയുടെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ പരിസരത്ത്. ഏത് ഭാഗങ്ങളിൽ? ഇവിടെ വേറൊരു തടാകമുണ്ട്. ഞങ്ങളതൊന്ന് ചെറിയ കുഴിയുണ്ട്, കുഴി. അതൊന്ന് നോക്കാം. ജലസംഭരണിയാന്ന് തോന്നുന്നു. എന്നാ അല്ലേ വെള്ളം, നല്ല വൃത്തിയില്ല വെള്ളത്തിന്. കേസ് കണ്ടോ, ഇതൊക്കെ കാണണം. ബ്രോയും അമ്മയും നടന്നു വരുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞോളൂ എല്ലാരും. അതെ, നല്ല കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ്, ഇതേ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്, കുളത്തിനോട് എത്തിയിരിക്കുകയാണ് ഗൈസ്. പഴയ ഭംഗിയൊന്നും ഇല്ലടാ, വെള്ളം കയറിയത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. കുറെ പേര് അവിടെ ചൂണ്ടയിടുന്നുണ്ട്.
എന്താ ഗൈസ്, ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഈ സ്ഥലം. ഉണ്ടോ ഗൈസ്, താമരയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയില്ലേ കിടക്കണേ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇറങ്ങുമോ വയനാട്ടിലേക്കൊക്കെ? ഹായ് ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.